12 പാനൽ കുർത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇതുപോലെ 4ആയി മടക്കിയിടുക. അതിനുശേഷം ആ വിഡ്ത്ത് ഒന്ന് അളന്ന് നോക്കുക. ആ കിട്ടുന്ന വിഡ്ത്തിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 3 ഈക്വൽ പാർട്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് 7.1 കിട്ടുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലൊന്ന് മടക്കിയിടുക. അപ്പുറത്തെ ഭാഗത്തുനിന്നും അതേപോലെ തിരിച്ചും മടക്കിയിടുക. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 4 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് 3.8 കിട്ടുന്നത്. പിന്നെ നമ്മൾ രണ്ട് സൈഡിലും മടക്കി ഇട്ടതുകൊണ്ട് 3.8ൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 1.9 എനിക്ക് കിട്ടുന്നത്. ഞാനത് റൗണ്ട് ചെയ്തിട്ട് 2 ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് ഒന്ന് അളന്നെടുക്കുക. അതിൻ്റെ കൂടെ 1-2 ഇഞ്ച് കൂടുതലെടുക്കുക. എന്നിട്ട് അത് മാർക്ക് ചെയ്തിട്ട് ഈ 2 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. ഇവിടെ ചെയ്ത അതേ പ്രൊസീജിയർ മറ്റേ സൈഡിലും ചെയ്യുക. മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. അതിന് ശേഷം ഈ 2 ലൈനിൻ്റെ ഇടയിൽ വരുന്ന ആ ഗ്യാപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം ആ വരച്ച ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 10 ഫുൾ പാനലും 4 ചെറിയ പാനലും കിട്ടും. അപ്പോൾ ഒരു സൈഡിൽ 5 ഫുൾ പാനലും 2 ചെറിയ പാനലുമാണ് കിട്ടുക. ആ 2 ചെറിയ പാനലിൽ നമ്മൾ ഒരു ഫുൾ പാനലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് 12 പാനൽ കിട്ടുന്നത്. ഈ 12 പാനൽ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് അത് കാണാവുന്നതാണ്.